അള്ളാഹുവിൽ തവക്കുലാക്കുന്നത് എല്ലാ അസ്ബാബുകളും സ്വീകരിച്ചുകൊണ്ടാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിലല്ല, ഹിറാ ഗുഹയിലാണ് വഹി ഇറങ്ങിയത്. സൗർ ഗുഹയിലാണ് തങ്ങൾ വിശ്രമിച്ചത് ഹിജ്റ പോകുമ്പോൾ. ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു സൂറത്തു തൗബയിൽ ഇറക്കിയ ആയത്താണത്. അതുകൊണ്ട് ബിസ്മി ഓതാത്തത്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്, നിങ്ങളാരും എൻ്റെ റസൂലിനെ സഹായിച്ചില്ല എന്നിരിക്കട്ടെ, ഫഖദ് നസറഹുല്ലാഹ്, എൻ്റെ റസൂലിനെ ഞാൻ അള്ളാഹു സഹായിച്ചിട്ടുണ്ടല്ലോ. എപ്പോ ഇത് അഖ്റജഹുല്ലദീന കഫറൂ, മക്കയിലെ അവിശ്വാസികൾ ജന്മനാട്ടിൽ നിന്ന് നബി തങ്ങളെ പുറത്താക്കിയപ്പോൾ, അങ്ങനെ ഥാനിയത്തിനൈനി ഇദ്ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ, ഗുഹയിലേക്ക് കയറി വന്ന രണ്ടാൾ, ഒന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യമായി കയറി, പിന്നെ ഹബീബ് കടന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബ് അവിടുത്തെ സ്വാഹിബിനോട് പറഞ്ഞു, കൂട്ടുകാരനോട് പറഞ്ഞു, ലാ തഹ്സൻ, നിങ്ങൾ സങ്കടപ്പെടരുത്, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. സിദ്ദീഖ് എന്നവരെ നിങ്ങൾ ദുഃഖിക്കേണ്ട, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. അപ്പോൾ അവിടെ തങ്ങൾക്ക് ദുഃഖം വന്നിട്ടില്ല എന്നാ. സിദ്ദീഖ് റളിയല്ലാഹുവിനെ സങ്കടപ്പെട്ടപ്പോൾ ലാ തഹ്സൻ, നിങ്ങൾ സങ്കടപ്പെടരുത്, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. ഇത് സംഭവം എന്താ അറിയോ? നമുക്ക് നിസ്കാരം ചെയ്യാൻ പറ്റും, വലിയ പള്ളി, അതിൽ ജമാഅത്ത്, ജുമുഅ, പെരുന്നാസ്കാരം, വമ്പിച്ച ഖുതുബ, അത് കഴിഞ്ഞ് പ്രസംഗം, ദിക്ർ, സ്വലാത്ത്, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ഒക്കെ പ്രത്യക്ഷമാണ്. പക്ഷേ അതോടൊപ്പം ഏറ്റവും കൂടുതൽ ആവശ്യമായ ഒരു അമല് ഖൽബ് കൊണ്ട് ചെയ്യേണ്ട തവക്കുലും ഈമാനുമാണ്. ഇത് രണ്ടും ഇല്ലാതെയും ഈ പണിയൊക്കെ ചെയ്യാൻ പറ്റും. പ്രത്യക്ഷത്തിൽ മുസ്ലിമീങ്ങളൊക്കെ നിസ്കരിക്കുന്നുണ്ടല്ലോ, മുസ്ലിമീങ്ങളൊക്കെ നോമ്പൊൽക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാം. പക്ഷെ അള്ളാഹു നമ്മോട് ചെയ്യാൻ പറഞ്ഞ പ്രത്യേകമായ അമൽ നമ്മുടെ ഖൽബിലുള്ള അള്ളാഹുവിൽ ഉറച്ച് വിശ്വസിക്കുകയും പിന്നെ അള്ളാഹുവിനെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കിൻ, അള്ളാഹു അത് ഏറ്റെടുത്തു. ഹസ്ബി അല്ലാഹു വ നിഅ്മൽ വക്കീൽ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഖാലഹാ ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഖുദിഫ ഫിന്നാർ, തീയിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് എറിയപ്പെട്ടപ്പോൾ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞതാണത്, ഹസ്ബി അല്ലാഹു വ നിഅ്മൽ വക്കീൽ. പിന്നെ വഖാലഹ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും, ജനങ്ങൾ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ എന്ന അഹ്സാബ് യുദ്ധത്തെക്കുറിച്ച് ഇറങ്ങിയ ആയത്താണെന്നാണ് എൻ്റെ ഓർമ്മ. ആ സമയത്ത് ഖാലു, അവർ പറഞ്ഞു, ഹസ്ബുന ഫസാദഹും ഈമാന, സ്വഹാബത്തിന് ഈമാൻ കൂടി, അറ്റാക്ക് ചെയ്യാൻ വരട്ടെ, അവരുടെ ഈമാൻ വർദ്ധിച്ചു. എന്നിട്ട് അവരെന്തു പറഞ്ഞു? ഹസ്ബുനല്ലാഹു വ നിഅ്മൽ വക്കീൽ, നമുക്ക് അല്ലാഹു മതി, അല്ലാഹുവിനെയാണ് ഞാൻ ഭരമേൽപ്പിക്കുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തും പറഞ്ഞപ്പോൾ ഫൻഖലബൂ ബിനിഅ്മത്തിൻ മിനല്ലാഹി വഫദ്ൽ ലം യംസസ്ഹും സൂഅ്, ഒരു ബുദ്ധിമുട്ടും അവർക്കുണ്ടായില്ല. അവർ അള്ളാഹുവിൻ്റെ ഔദാര്യത്തോടു കൂടെയാണ് പിന്നെ മടങ്ങിപ്പോയത്, അവർക്ക് പരാജയമുണ്ടായില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ഖൽബിൽ കിടക്കേണ്ട കാര്യമാണ് ഹസ്ബി അല്ലാഹു വ നിഅ്മൽ വക്കീൽ. എൻ്റെ കാര്യം എൻ്റെ റബ്ബ് സാധിപ്പിച്ചു തരും, എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു റഫീഖായി, നമ്മുടെ കൂടെ നിർത്താൻ പറ്റുന്ന, നമ്മോടൊപ്പം നമ്മെ അറിയുന്ന, നമ്മുടെ ഉള്ളും പുറവും അറിയുന്ന ഒരാളെ ഉണ്ടാവുള്ളൂ, അത് അല്ലാഹു ജല്ല ജലാലുവാണ്. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നത്, ഒരാളോട് പറയാതെ, ഒരാളോട് മിണ്ടാതെ നമ്മുടെ ഖൽബിനുള്ളിൽ കൊണ്ടു നടക്കുന്ന നമ്മുടെ മുറാദുകൾ അതാർക്കറിയാം? അള്ളാഹുവിനറിയാം ജല്ല ജലാലു. ആ റബ്ബ് മരിക്കുന്നവരേക്കും ഇങ്ങനെ സാധിപ്പിച്ചു തരാൻ. അള്ളാഹുവിൻ്റെ ഖജനാവിൽ ഖസാഇനുഹു മൽആ, അവൻ്റെ ഖജനാവുകൾ നിറഞ്ഞു കിടക്കാൻ. നമ്മളൊക്കെ സുബ്ഹാനല്ലാഹ് ഹദീസിലുണ്ട്, ലൗ സഅലു ലൗ വഖഫു ഫീ സഈദിൻ വാഹിദിൻ, ജനങ്ങളെല്ലാവരും ഒരു മരുഭൂമിയിൽ സ്വഫായിട്ട് ക്യൂ ആയിട്ട് നിന്നെന്ന് വിചാരിക്കുക. ഓരോരുത്തരും വന്ന് കൗണ്ടറിൽ വന്ന് ചോദിക്കുകയാണ്, അവർക്ക് വേണ്ടത് മുഴുവൻ ചോദിച്ചു. 6 ബില്യൺ ആളുകൾ വന്നിട്ട് അള്ളാഹിനോട് ചോദിച്ചു എന്ന് സങ്കല്പിക്കുക. ഓരോരുത്തരും ചോദിക്കണത് എന്തായിരിക്കും? ആദ്യം തന്നെ വേൾഡ് ബാങ്ക് ബുക്ക് ചെയ്യും, പിന്നെ നാട്ടിലെ സർവമാന പ്രോപ്പർട്ടികളും അതും ഇതും ഇതൊക്കെ ആദ്യത്തെ 2 ആൾ തന്നെ ബുക്ക് ചെയ്ത് പോയിട്ടുണ്ടാവും.
നിങ്ങളെല്ലാവരും ചോദിച്ചാലും ഇത്രയും കോടിക്കണക്കിന് ആളുകൾക്ക് ചോദിച്ചത് മുഴുവൻ അല്ലാഹു തആല കൊടുക്കുകയും ചെയ്താൽ ലം യൻഖുസുഹു ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ യം. ഒരു കടലിൽ ഒരു സൂചി മുക്കിയെടുത്താൽ ആ സൂചി മുനയുടെ ഉള്ളിൽ എത്രയാണോ വെള്ളമുള്ളത് ആ വെള്ളത്തോളമേ അള്ളാഹുവിൻ്റെ ഖജനാവ് എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല, അത് ഒന്നും കുറഞ്ഞില്ലല്ലോ. അള്ളാഹു നൽകിയാലും അള്ളാഹുവിൻ്റെ അടുത്ത് ബാക്കിയുണ്ട്. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴും അത് അള്ളാഹിൻ്റെ അടുത്തുണ്ട് എന്ന് ഞാൻ പറയുമ്പോഴും അത് ഖൽബിലേക്ക് ഇങ്ങോട്ട് കയറുന്നുണ്ടോ? അള്ളാഹിൻ്റെ അടുത്ത് ഇതുണ്ട് ഉണ്ടാവേക്കൂലേ? അങ്ങനെയാണോ തോന്നുന്നത്? ഖസാഇനുഹു മൽഅ വഇൻ മിൻ ഷൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനുഹു വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. എല്ലാറ്റിൻ്റെയും ഖജനാവുകൾ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ അത് കണക്ക് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇറക്കിത്തരുന്നത് എന്ന് മാത്രം. അള്ളാഹുവിൻ്റെ അടുത്തതുണ്ട്. ആരോഗ്യത്തിൻ്റെ, സിഹത്തിൻ്റെ, സമ്പത്തിൻ്റെ, ഇസ്സത്തിൻ്റെ എല്ലാറ്റിൻ്റെയും ഖജനാവുകൾ അള്ളാഹുവിൻ്റെ അടുത്തുണ്ട്. ആ ഒരാളോടല്ലേ നമ്മൾ ചോദിക്കേണ്ടത്? ആ റബ്ബിനോട് ചോദിച്ചാൽ അള്ളാഹു പൊരുത്തത്തോടുകൂടെ അത് തരികയും ചെയ്യും. വഅലല്ലാഹി ഫലയതവക്കൽ മുഅ്മിനൂൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കി ചെയ്യേണ്ട പണിയൊക്കെ ചെയ്തു. അള്ളാഹു എൻ്റെ മക്കളെ നീ ഏറ്റെടുക്കണേ, പടച്ചവനെ എൻ്റെ കുട്ടിയുടെ കാര്യം നീ ഏറ്റെടുക്കണേ, അള്ളാഹു എൻ്റെ ജോലി, എൻ്റെ ഉമ്മ ഉപ്പമാർ, എൻ്റെ നാട്, എൻ്റെ രാജ്യം, എൻ്റെ ഉമ്മത്ത് പടച്ചവനെ നീ ഏറ്റെടുക്കണമേ. അള്ളാഹുവിനെ നമ്മൾ ലൗ തവക്കൽതും അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി, ആ ഒരു വാക്ക് അത്ഭുതമാണ്. ഹഖ്ഖ തവക്കുലിഹി, എങ്ങനെ അള്ളാഹുവിന് ഭരമേൽപ്പിക്കേണ്ടത്? അതുകൊണ്ട് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു പോയാൽ പോരാ. തവക്കൽതു അലല്ലാഹ് സ്റ്റിക്കർ ഒട്ടിച്ച് പോയാൽ പോരാ. ഖൽബിൻ്റെ ഉള്ളിലൊരു സ്റ്റിക്കർ വേണം. തവക്കൽതു അലല്ലാഹ്, എൻ്റെ കാര്യം ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒന്ന് കണ്ണും ചുമ്പി ഒന്ന് കൽബിൽ വെച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കി, നിങ്ങൾ അള്ളാഹിനെ ഏൽപ്പിക്കി. ഒരു സെക്കൻഡ് മതി ഇത് ഏൽപ്പിക്കാൻ. നമ്മുടെ എല്ലാ വിഷയങ്ങളും ദുന്യാവിൻ്റെയും ആഖിറത്തിൻ്റെയും വിഷയങ്ങൾ റബ്ബേ നിൻ്റെ കയ്യിലാണ് അതിൻ്റെ നിയന്ത്രണമുള്ളത്. അള്ളാഹുവേ അത് മുഴുവൻ നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു. റബ്ബേ നീ ഞങ്ങൾക്കത് സാധിപ്പിച്ചു തരണം. ഈ ഒരു നിയ്യത്ത് നമ്മുടെ ഖൽബിലേക്ക് കയറണം. അപ്പോഴേ നമ്മുടെ ഖൽബിലേക്ക് ഈമാനും തവക്കുലും കയറുന്നുള്ളൂ. അങ്ങനത്തെ ആളുകൾ അള്ളാഹു ഏറ്റെടുക്കും. അള്ളാഹു ഏറ്റെടുത്തിരിക്കും. നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയും ജീവിതത്തിൽ. ഞാൻ പറയുന്നത് തമാശയല്ല. നിങ്ങൾക്ക് ഇതങ്ങ് തലയിൽ ശരിക്കട കയറിയാൽ നിങ്ങളുടെ കൺമുമ്പിൽ അജായിബുകൾ അള്ളാഹു കാണിച്ചു തരും. അജായിബുകൾ അള്ളാഹു കാണിച്ചു തരും. അത് കൽബിലേക്ക് കയറണം. അത് വേറെ പറഞ്ഞാലൊന്നും അത് ശരിയാവില്ല. അത് നിങ്ങളെ കൽബിൽ തന്നെ കയറണം. അത് നിങ്ങൾ തന്നെ വിചാരിച്ചാലേ നടക്കുള്ളൂ. എനിക്കത് ഉള്ളിലേക്ക് കുത്തിത്തരാൻ കഴിയില്ല. അത് ഹഖാൻ. അള്ളാഹുവിൻ്റെ വുജൂദ് ഹഖാൻ. അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ എന്നതും ഹഖാൻ. ഈ ലോകം റബ്ബിനവകാശപ്പെട്ട അള്ളാഹുവിൻ്റേതാണ്. ഇവിടെ ആര് എന്ത് കുത്തിമറിഞ്ഞാലും വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം മുത്തഖീങ്ങൾക്ക് മാത്രമാണ്. അല്ലാത്തവർക്കൊക്കെ എന്തൊക്കെയോ വിജയമുണ്ടോ എന്നൊക്കെ തോന്നും. ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. വൽ ആഖിബത്തു ലിത്തഖ്വ. അങ്ങനെയാണ് അള്ളാഹു കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. യാ അല്ലാഹ്, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് ഇദ് അഖ്റജഹുല്ലദീന കഫറൂ ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا. വല്ലാത്തൊരു വാക്കാണത്. لا تحزن إن الله معنا. Don't be sad. Allah is with us. സങ്കടപ്പെടരുത്, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. فأنزل الله سكينته عليه. Then Allah sent down tranquility and peace upon them. രണ്ടാരുടെയും ഹൃദയത്തിലേക്ക് അല്ലാഹു തആല സമാധാനവും ശാന്തിയും ഇറക്കി കൊടുത്തു. എവിടെയാണിപ്പോൾ ഇത്? വാളും പിടിച്ച് ശത്രുക്കൾ വാതിൽക്ക് നിൽക്കുകയാണ്. വീടിൻ്റെ മുമ്പിലൊക്കെ വന്ന് ശത്രുക്കൾ നിന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ആലോചിച്ച് നോക്കി. മുത്തുനബിയുടെ തല കൊണ്ടുവന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 100 ചെമന്ന ഒട്ടകം സമ്മാനം കിട്ടുമെന്ന് പ്രഖ്യാപിച്ച ആ ഒരു സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞ ഒരു ആവേശം ഉണ്ടാവില്ലേ? അപ്പോൾ പറയും, എന്താ ഇപ്പം ഖുർആൻ ക്ലാസ്സിന് സമ്മാനമൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പം എന്താ അത് കിട്ടാത്തത് നിങ്ങനെ ഓർമ്മ വന്നു അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങണം അല്ലേ മുഞ്ഞി? സമ്മാനം ഉണ്ടാകുമ്പോൾ വല്ലാത്ത ആവേശമായിരിക്കും. മക്കക്കാർ വരുന്നതേ ചെമന്ന ഒട്ടകം കിട്ടാനാ. സാധാ മഞ്ഞ ഒട്ടകം ഇഷ്ടം പോലെ കിട്ടും.
ചെമന്ന ഒട്ടകത്തിന് ഭയങ്കര വിലയാണ്. അന്നത്തെ ലംബോഗിനിയൊക്കെയാണത്. അങ്ങനത്തെ 100 കിട്ടുമെന്നാണ് പറഞ്ഞത് തങ്ങളുടെ തല കൊണ്ട്. അങ്ങനത്തെ ആളുകളാണ് ഹബീബിൻ്റെ ഗാറിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അവരുടെ മുമ്പിൽ നിന്ന് മിണ്ടാൻ പാടില്ല, മിണ്ടിയ സൗണ്ട് കേൾക്കൂലേ. പക്ഷെ നബി തങ്ങൾ മിണ്ടി സിദ്ദീഖ് തങ്ങളോട് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. പേടിയുള്ള ആൾ മിണ്ടാണ്ടിരിക്കല്ലേ ചെയ്യുക. തങ്ങൾക്ക് പേടിയില്ലായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖേ, നിങ്ങൾ പേടിക്കുകയാണോ? നമ്മൾ രണ്ടാളും അല്ല ഇവിടെ, നമ്മുടെ കൂടെ അല്ലാഹുണ്ട് മൂന്നാമൻ. ഇന്നല്ലാഹ മഅനാ, നമ്മോടൊപ്പം അല്ലാഹുണ്ട്. അതാണ് ഹദീസ് പഠിച്ചാലും ഖുർആൻ പഠിച്ചാലും കിട്ടേണ്ട അറിവ്. ഈ മഅന എന്ന അറിവാണ്. നമ്മുടെ കൂടെ ഉണ്ട്, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. അപ്പോൾ സമാധാനം ഇറങ്ങി. പേടിക്കേണ്ട നേരാണത്. സമാധാനം ഇറങ്ങി. തങ്ങളോട് ഉറങ്ങിയിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. فأنزل الله سكينته عليه وأيده بجنود لم تروها. നിങ്ങളാരും കണ്ണുകൊണ്ട് കാണാത്ത ചില സൈന്യം കൊണ്ട് എൻ്റെ റസൂലിനെ ഞാൻ അവിടെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. കണ്ണുകൊണ്ട് കാണാത്ത സൈന്യം. അവ ചെലന്തി വല അത് കണ്ട സൈന്യമാണ്, കാണാൻ പറ്റുമല്ലോ. അതല്ല. അവിടെ മാടപ്രാവ് കൂട്ടിയ അതും കാണാൻ പറ്റുന്നതല്ലേ. അള്ള പറയുന്നത് എന്താ? ബിജുനൂദിൻ ലം തറൗഹ, an army which she could not conceive. നിങ്ങൾക്ക് കാണാനോ മനസ്സിലാക്കാനോ പറ്റൂല. അങ്ങനത്തെ ഒരു ആർമി അവിടെ അള്ളാഹു ഇറക്കിയിട്ടുണ്ട്, ഒരു സൈന്യത്തെ. റസൂലുള്ളാഹി തങ്ങൾ സംരക്ഷണം കൊടുക്കാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا. അല്ലാഹുവിൻ്റെ വചനമാണ് എന്നും ഉയർന്നു നിൽക്കുന്നത്. وجعل كلمة الذين كفروا السفلى, അവിശ്വാസികളുടെ വാക്കുകൾ താഴെയാണ്. ഇപ്പം എന്തൊക്കെ ജൽപ്പനങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പുണ്യ ഹബീബിനെതിരെയോ ദീനിനെതിരെയോ ഇങ്ങനെ ഉളുപ്പില്ലാത്തവർ പറയുന്നുണ്ട്. മുസ്ലിമീങ്ങളാരും ഒരു മതവിശ്വാസികളുടെയും ദൈവങ്ങളെ ചീത്ത പറയണില്ല. ഒരു മതത്തെയും അള്ളാഹുൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ഇകഴ്ത്തി പറയുന്നുമില്ല. പക്ഷേ ഇസ്ലാമിന് നേരെ ഇങ്ങനെയൊക്കെ സർവ്വനഖങ്ങളും പല്ലും ഉപയോഗിച്ച് കടിച്ചു കീറാൻ നോക്കിയാലും ഇസ്ലാം വളരെ തന്നെയാണ്. ദീൻ വളരുകയാണ്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. ഇസ്ലാം ഈസ് ഇൻ ഹോട്ട് ചെയർ, ഇസ്ലാം ഈസ് ഓൺ ഹോട്ട് ചെയർ. എപ്പോഴും അള്ളാഹു ആ ചൂടുള്ള കസേരയിലാണ് ഇസ്ലാമിനെ നിർത്തുന്നത്. എന്തൊച്ചപ്പാട് ആരൊക്കെ ചെയ്താലും അതിൻ്റെ പിന്നിൽ ദീനിനെ 4 ആളുകൾക്ക് അറിയാനുള്ള അവസരം അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ അത്? പക്ഷേ നമ്മളായിട്ട് തന്നെ നിലനിൽക്കുക. നമ്മളാരും ഒരു മതത്തെയും ചീത്ത പറയരുത്. ഒരാരാധ്യ വസ്തുക്കളെയും കളിയാക്കുകയോ പരിഹസിക്കുക പോലും ചെയ്യരുതെന്നാണ്. ഇസ്ലാമിനൊക്കെ പറയുന്ന കൂട്ടരെ ഇങ്ങനെ പറയാൻ നിന്നാൽ എത്രയോ മതവിശ്വാസികൾക്ക് അവരുടെ മതവിശ്വാസങ്ങളുടെ അടിസ്ഥാനങ്ങളെ തന്നെ ചോദ്യം ചെയ്ത് സംസാരിക്കാൻ പറ്റിയേക്കാം. മിണ്ടാൻ പാടില്ല എന്നാ. എന്തേ? ദാറ്റ് വിൽ ഹേർട്ട് ദം. അവരുടെ മനസ്സിന് വേദന ഉണ്ടാവും. ചെയ്യരുത്. നമുക്ക് നമ്മുടെ മതം പറഞ്ഞു കൊടുക്കാം. ഇസ്ലാം ഇന്നതാണ്, അതാണ് ദഅവത്ത്. ദീൻ ഇന്നതാണ്. നമ്മൾ വിശ്വസിക്കുന്ന അല്ലാഹു ഇതാണ്. നമ്മുടെ പുണ്യ റസൂൽ ഇവരാണ്. വിശുദ്ധ ഖുർആൻ ഇതാണ്. നമുക്കത് പറയാനുള്ള അവകാശമുണ്ട്. നമുക്കത് പറഞ്ഞാൽ മതി. ബാക്കിയോ ആരെയും ചീത്ത പറയേണ്ട കാര്യമില്ല. പക്ഷേ ശത്രുക്കൾ ചെയ്യുന്നത് അതാണോ? അവർ ഇസ്ലാമിനെ അറ്റാക്ക് ചെയ്യുന്നു. ലോകത്ത് എത്ര മതങ്ങൾ വേറെയുണ്ട്? ഏതെങ്കിലും ഒരു മതത്തെ പറയുന്നുണ്ടോ? മുസ്ലിമീങ്ങൾ പാലിക്കുന്ന ഈ സംയമനവും ഈ ക്ഷമയും അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. വിവരറിയും. പക്ഷേ ഈ ഉമ്മത്ത് ക്ഷമയോടുകൂടെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും അള്ളാഹുവിൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഈ ഉമ്മത്ത് അവധാനതയോടുകൂടെ ഹിൽം, ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പക്വമായി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആരെയും കുറ്റം പറയണ്ട, ആരും പരിഹസിക്കൊന്നുമില്ല. പക്ഷേ ഈ ദീനിൻ്റെ വചനത്തെ അള്ളാഹു മേലെ കൊണ്ടുവരും. വകലിമത്തുല്ലാഹി ഹിയൽ ഉൽയ. അവിടെ ജഅല എന്നത് ഫിഅലാണ്, അത് ഫിഅലിയായ ജുംലയാണ്. വകലിമത്തുല്ലാഹി ഹിയൽ ഉൽയ ഇസ്മിയായ ജുംലയാണ്. അറബി ഗ്രാമർ അറിയുന്നവർക്ക് ചെറിയൊരു നുക്ത, ഒരു പോയിന്റ് അവിടെ പറയാനുണ്ട്. ഫിഅൽ ഹുദൂസ് തജദ്ദുദാണ്. എന്നാൽ ഒരു ഇസ്മെന്ന് പറയുന്നത് സാബിത്താണ്, നിലനിൽക്കുന്ന സംഗതിയാണ്. ഫിഅൽ എന്ന് പറഞ്ഞ് മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അള്ളാഹു അവരുടെ കലിമത്തിനെ താഴ്ത്തിയിരിക്കുന്നു. വകലിമത്തുല്ലാഹി ഹിയൽ ഉൽയ. അള്ളാഹുവിൻ്റെ കലിമത്ത് അതുതന്നെയാണ് എപ്പോഴും ഉയർന്നു നിൽക്കുന്നത്. അതിനെ ഉയർത്തിയെന്നുമല്ല അള്ളാഹ് പറയും, അത് എപ്പോഴും ഉയരത്തിൽ തന്നെയാണ്, അതിന് മാറ്റം വരൂല എന്നതിൻ്റെ അർത്ഥം. വകലിമത്തുല്ലാഹി ഹിയൽ ഉൽയ വല്ലാഹു അസീസുൻ ഹകീം. അള്ളാഹു അസീസാണ്, അള്ളാഹു ഹക്കീമാണ്.
അള്ളാഹു സർവ്വയുക്തിയും ഉള്ളവനാണ്, സർവ്വ അധികാരവുമുള്ളവനാണ് അള്ളാഹു ജല്ല ജലാലു. അതുകൊണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഒരു സംഭവത്തിൽ അസ്ബാബുകൾ സ്വീകരിക്കണം എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ആ വെള്ളപ്പൊക്കത്തിന് വേണ്ടി കപ്പലുണ്ടാക്കിയിട്ടുണ്ട്. വെള്ളം വരില്ലേ, നമുക്കൊക്കെ ഫ്ലോട്ട് ചെയ്തേക്കാം, അള്ളാഹുവിനെ ചെയ്യാൻ പറ്റുമല്ലോ. അല്ല, കപ്പലുണ്ടാക്കിയിട്ടുണ്ട്. മെസപ്പൊട്ടാമിയയിലിരുന്നിട്ട് യൂഫ്രട്ടീസ് ടൈഗ്രീസിൻ്റെ ഇടയിൽ നിന്ന്, ഇന്നത്തെ തുർക്കിയുടെ പരിസര ഭാഗങ്ങളാണത്, അവിടെയാണ് ആ വെള്ളപ്പൊക്കമുണ്ടാകുന്നത്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലുണ്ടാക്കിയിട്ടുണ്ട്. ആളുകൾ ചോദിക്കുന്നു, യാ നൂഹ് നബിയെ, നിങ്ങൾ പ്രവാചകനല്ലേ, മരുഭൂമിയിലാണോ കപ്പലുണ്ടാക്കണത്? പക്ഷെ അള്ളാഹു അത് പറഞ്ഞു, കപ്പലുണ്ടാക്കിയിട്ടുണ്ട് നൂഹ് അലൈഹിസ്സലാം. സമുദ്രം പിളരുമ്പോൾ നബിയുല്ലാഹി വ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം വടികൊണ്ടടിക്കുക എന്ന് പറഞ്ഞ സബബ് ചെയ്തിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാം ഇജ്അൽനി അലാ ഖസാഇനിൽ അർള്, എന്നെ ഫൈനാൻസ് മിനിസ്റ്ററായിട്ട് നിങ്ങൾ നിയോഗിച്ചേക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കഴിവും ശേഷിയും തനിക്കുണ്ട് എന്ന് ബോധിപ്പിച്ചുകൊണ്ടാണ് രാജാവിനോട് അത് എന്നെ ഏൽപ്പിച്ചോളൂ, കാരണം കറപ്ഷൻ കൂടുതൽ നടക്കാൻ സാധ്യതയുള്ള മേഖല അതാണ്. ഒരു വലിയ ഫാമൈൻ നമ്മുടെ മുമ്പിൽ വലിയ മഴയില്ലാത്ത കാലം വരാൻ പോകുന്നുണ്ട്, ഒരു ഡ്രോട്ട് വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് വളരെ പ്ലാനിങ്ങോടുകൂടെ കൊണ്ടുപോകാം. തഖ്തീത്ത് ചെയ്തു, നല്ല സ്ട്രാറ്റജിക്കൽ പ്ലാനിങ് ചെയ്തു യൂസുഫ് നബി അലൈഹിസ്സലാം 7 കൊല്ലം സർവൈവ് ചെയ്യാൻ. ഇതൊക്കെ സബബുകളാണ്. അള്ളാഹു ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ ഖളാഇനോട് യോജിച്ചു വരാൻ നമ്മൾ ചെയ്യേണ്ട സബബുകളാണ്. ഈ സബബുകളോടുകൂടെ ചെയ്യുമ്പോഴാണ് അതിന് തവക്കുൽ എന്ന് പറയുന്നത്. അവരാണ് മുതവക്കിലീങ്ങൾ. സയ്യിദുൽ മുതവക്കിലീൻ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നൊരു ഹദീസുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹീഹ് മുസ്ലിം, ഇഹ്രിസ് അലാ മാ യൻഫഉക, നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ മുന്നോട്ട് വരണം ആഗ്രഹത്തോടുകൂടെ. ഇഹ്രിസ് അലാ മാ യൻഫഉക, നല്ലൊരു മെസ്സേജാണ്. ഡു വാട്ട്സ് ഓൾ ദാറ്റ് വിച്ച് ബെനിഫിറ്റ് യു. നമുക്ക് ഉപകാരമുള്ള കാര്യം, വെറുതെ വേസ്റ്റ് ഓഫ് ടൈം അത് ചെയ്യരുത്. നിങ്ങൾക്ക് ദുന്യാവിലേക്ക് നിങ്ങളുടെ ഒരു പ്രൊഫഷൻ, നിങ്ങളുടെ ഇൽമ്, നിങ്ങളുടെ നോളജ്, നിങ്ങളുടെ ഏതെങ്കിലും ഒരു അസൈൻമെൻറ്റ്, അതിന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്, നിങ്ങൾ ചെയ്തേക്കണം. ഇഹ്രിസ് അലാ മാ യൻഫഉക വസ്തഈൻ ബില്ലാഹ് ആൻഡ് സീക്ക് ദ ഹെൽപ്പ് ഓഫ് അല്ലാഹ്. അള്ളാഹുവിൻ്റെ സഹായം അർത്ഥിക്കുകയും ചെയ്യാം. നമ്മൾ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കുക. അള്ളാഹുവിനോട് പറ, റബ്ബേ എന്നെ സഹായിക്കുക. കുട്ടികളെ പഠിക്കുകയാണ്, അവർക്ക് ഒരുപാട് എക്സാം റിവിഷൻ ചെയ്യാനുണ്ട്. അള്ളാഹു ഞാൻ പഠിക്കുകയാണ് റബ്ബേ, പക്ഷേ ഓർമ്മശക്തി, എക്സാമിൻ്റെ അന്ന് രോഗം വരാതെ ആബ്സെൻ്റ് ആവാതെ അവിടെ പോയി ഇരിക്കണം, എഴുതാൻ പറ്റണം, കഴിവ് വേണം, ഓർമ്മ വേണം. ഇതൊക്കെ റബ്ബേ നീ തരേണ്ടതാണ്. പടച്ചോനെ, നീ എനിക്ക് സഹായം നൽകണമേ. അള്ളാഹുവിനോട് സഹായം ചോദിക്കണം. വലാ തഅജസ്, ഡോണ്ട് ബി ലേസി, മടിയന്മാരായിട്ടിരിക്കരുത്. അതാ പറഞ്ഞത്, എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞിരിക്കരുത്, അധ്വാനിക്കണം. വലാ തഅജസ് വഇൻ അസ്വാബക ശൈഉൻ ഫലാ തഖുൽ, എന്തെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കാത്തത്, നിങ്ങൾ ആഗ്രഹിക്കാത്ത വിപത്തുകൾ നിങ്ങൾക്ക് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയരുത്. എങ്ങനെ? ലൗ അന്നി ഫഅൽതു കദാ വകദാ, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ ആകുമായിരുന്നില്ലല്ലോ. അത് ചെയ്യരുത്. നിങ്ങൾ ആദ്യം കറക്റ്റല്ലേ ചെയ്തത്, ആ ചെയ്തത് കറക്റ്റാണ്. നിങ്ങൾ പറയാം, നമ്മളിപ്പോൾ എമിറേറ്റ്സ് റോട്ടിന് പോയാൽ മതിയായിരുന്നു, നമ്മളാ പിന്നെ മുഹമ്മദ് സായദ് റോഡിലാണ് പോയത്, അല്ലെങ്കിൽ ഷെയ്ജാർ റോഡിലൂടെ പോയത്, ഇപ്പുറത്തുകൂടെ പോയാൽ മതിയായിരുന്നു. നിങ്ങളത് ആദ്യം പോയത് നല്ല പ്ലാനിങ്ങിൽ പോയതല്ലേ, പിന്നെ സംഭവിച്ചത് അള്ളാഹുവിൻ്റെ ഖളാ ആണ്. ലൗ അന്നി ഫഅൽതു കദാ ലകാന കദാ വകദാ, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അത് ഇങ്ങനെ ആകുമായിരുന്നല്ലോ എന്ന് പറയരുത്. വലാകിൻ ഖുൽ, നിങ്ങൾ പറയണം ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, അതാ പറയേണ്ടത്. ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, അല്ലാഹു തീരുമാനിച്ചു, ആ തീരുമാനിച്ചത് സംഭവിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കുട്ടി മരിച്ചു എന്ന് വിചാരിക്കുക. ഇപ്പോൾ പറയാം, ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടില്ലായിരുന്നു, ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ രക്ഷപ്പെട്ടേനെ. നിങ്ങളവിടെ ചെല്ലുമ്പോഴാ കാര്യം പറയാം, ഇവിടെ സർജൻ ഇന്ന് ലീവാട്ടോ എന്ന്. നിങ്ങളെവിടെ പോയി, നിങ്ങൾക്ക് ഏറ്റവും നിയറസ്റ്റ് നിങ്ങൾ വിശ്വസിക്കാവുന്ന ഒരിടത്ത് നിങ്ങൾ എത്തിച്ചില്ലേ, ബാക്കി അള്ളാഹുവിൻ്റെ ഖളാ ആണ്.
പിന്നെ ഡോക്ടറെ കുറ്റം പറയരുത്. അവർ അനാസ്ഥ കാണിക്കുകയോ അല്ലെങ്കിൽ ഡെലിബറേറ്റ് നെഗ്ലിജൻസ് ഉണ്ടാവുകയോ ചെയ്താൽ അത് മറ്റൊരു വിഷയം, അതിന് ലീഗൽ ആക്ഷൻ നടന്നോട്ടെ. പക്ഷേ നമ്മുടെ കൽബിൽ അള്ളാഹു അങ്ങനെ ആയിരിക്കും വിധിച്ചിട്ടുണ്ടാവുക. എൻ്റെ കുട്ടിയുടെ ജീവൻ അള്ളാഹിൻ്റെ കയ്യിലാണ്. അതൊരു പക്ഷേ ഇങ്ങനെ ഒരു 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 വിപത്തിലൂടെ ആയിരിക്കണം ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ ഖലാ. ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ. അള്ളാഹു തീരുമാനിച്ചു, അവൻ ഉദ്ദേശിച്ചത് അള്ളാഹു നടത്തുകയും ചെയ്തു. ഫഇന്ന ലൗ തഫ്തഹു അമല ശൈത്വാൻ ഹാദായി, ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന ലൗ എന്ന വാക്ക്, ഞാൻ അങ്ങനെ ചെയ്തിരുന്നു, ഈഫ്, അങ്ങനെ ഇംഗ്ലീഷിൽ ഈഫ് എന്ന് പറയാം. If I had done that, it wouldn't be like that. ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ആകുമായിരുന്നില്ല എന്ന് പറയുന്ന ലവ് എന്ന അറബിയിലെ വാക്ക് തഫ്തഹു അമല ശൈത്വാൻ, അത് പിശാച്ചിന് വഴി തുറക്കും. അപ്പോൾ പിശാച്ച് വരും. കണ്ടില്ലേ, ഞാനിവിടെ അപ്പോഴും പറഞ്ഞതല്ലേ. അങ്ങനെ വന്നാൽ പിശാച്ച് നിങ്ങളോട് പറയും, നിങ്ങളുടെ പ്ലാനിങ്ങിലാണ് കാര്യം നടക്കുന്നത്, അള്ളാഹിൻ്റെ ഖലാഇലല്ല എന്ന് നിങ്ങളെ കൊണ്ട് അവന് വിശ്വസിപ്പിക്കും. അതാണ് അതിൻ്റെ ഉള്ളിലൂടെ ഉണ്ടാവുക. നിങ്ങളുടെ പ്ലാനിങ്ങിലാണ് കാര്യങ്ങൾ കടന്നിരുന്നത്, നിങ്ങളുടെ പ്ലാനിങ് മാറിയപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. അള്ളാഹുവിൻ്റെ ഖലാഇൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ മാറ്റിമറിക്കാൻ പിശാച്ചിന് ആ വാക്കിലൂടെ കഴിയും. ഖാഷ് മൈ ഐസേ കർത്ത, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ ഐസേ നെഹി ഹോത്ത, ഇതിങ്ങനെ ആകുമായിരുന്നില്ലല്ലോ. അങ്ങനെ പറയരുത്, ഒരു ഖാഷ് പറയണ്ട. had I, if it had been like that, അങ്ങനെയൊന്നും പറയണ്ട. ഖദ്ദറല്ലാഹ്, അല്ലാഹു തഖ്ദീർ ചെയ്തു. വമാ ശാഅ ഫഅൽ, അല്ലാഹ് preordained and what he willed, so it happens. അല്ലാഹു എന്താണോ ആഗ്രഹിച്ചത് അതുപോലെ സംഭവിച്ചു. ഇതാണ് തവക്കുലിന് ഒരു മുഅ്മിനായ മനുഷ്യൻ പറയേണ്ട വാക്ക്. ഇതാണ് ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ. ഇപ്പോൾ മുസീബത്തുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിത് പ്രത്യേകം പറയണം. ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, അല്ലാഹു തീരുമാനിച്ചു, അവൻ ഉദ്ദേശിച്ചത് അല്ലാഹു ചെയ്തു. നമുക്കൊന്നും നമ്മുടെ ഔട്ട് ഓഫ് ഹാൻഡ് ആണത്. ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, അല്ലാഹു തീരുമാനിച്ചത് സംഭവിച്ചു. ഇതാണ് നിങ്ങൾ പറയേണ്ടത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം നടത്തുന്നതും നിയന്ത്രിക്കുന്നതും അല്ലാഹു ജല്ല ജലാലുവിൻ്റെ കരങ്ങളിലാണ്. അല്ലാഹു നമുക്ക് തവക്കുൽ നൽകട്ടെ, അല്ലാഹുവിലേക്ക് മനസ്സ് നൽകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.